എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്നലെ ലൈവിൽ വന്നിട്ട് കുറേ പേരുടെയെങ്കിലും കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് വീക്കിലും നമുക്കിതേപോലെ 2 ദിവസം വരാം. എനിക്ക് തോന്നുന്നു പകലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യം എന്നാണ് എനിക്ക് ഇന്നലത്തെ ലൈവിൽ നിന്നും മനസ്സിലായത്. കാരണം മോർണിംഗ് ചെയ്ത സമയത്ത് കുറേ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ മോർണിംഗിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലെ വിട്ടുപോയത് അതുപോലെ ലൈവിൻ്റെ കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾ കുറേ പേര് ഞാൻ ഈ ലൈവ് ഞാൻ വരില്ലേ, വന്നു കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ആവും കേട്ടോ. നിങ്ങൾ ആ ടാബിൽ കാണും. ഇപ്പം നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുമ്പോൾ വീഡിയോസ് ഷോർട്സ് ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ലൈവിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് റെക്കോർഡഡ് വീഡിയോസാണ് കേട്ടോ. അതായത് ലൈവ് വന്നതിൻ്റെ റെക്കോർഡിംഗ് ആണ് നിങ്ങളതിൽ കാണുന്നത്. അവിടെയല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഞാൻ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ടിരുന്നാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മെസ്സേജ് വരും. ഓക്കെ, യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ലൈവിലേക്ക് വരും കേട്ടോ. ലൈവ് വേറെയാണ്. ലൈവും റെക്കോർഡിങ്ങും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റെക്കോർഡിംഗ് നിങ്ങൾ കാണുമ്പോൾ ഒരു സാധാരണ വീഡിയോ പോലെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ലൈവിൽ നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് ഓണായിരിക്കും, മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് വേണം. കാരണം കുറേ പേര് അവിടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. കാരണം അത് വീഡിയോയുടെ താഴെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ലൈവ് വന്നതല്ല. ഓക്കെ, അപ്പോൾ ലൈവിൽ തന്നെയാണോ നിങ്ങൾ കയറിയിരിക്കുന്നതെന്നൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഇന്നലെ പരമാവധി ഞാൻ എല്ലാവരുടെയും ഇത് ആൻസേഴ്സ് കൊടുത്തതിന് ശേഷമാണ് ലോഗൗട്ട് ചെയ്തത്. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. ഈ ആഴ്ചയിൽ ഇനി വേറെ ഏതെങ്കിലും ദിവസം പറ്റുമെങ്കിൽ ഞാൻ പറയാം. മോളുടെ എക്സാംസ് നടക്കുന്നതുകൊണ്ടാണ് ഈ ആഴ്ച ഒക്കെ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റുന്നില്ല. അവളെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ആൽഫബറ്റ്സ് വെച്ചിട്ട് എന്നാ നോക്കാം കേട്ടോ. അതായത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫീലിങ്സ് അവർ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇവരുടെ മനസ്സിൽ എന്താണ്. ഓക്കെ, തുറന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾക്ക് പരസ്പരം താല്പര്യമുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവർ തുറന്ന് പറഞ്ഞ് കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ തുറന്ന് പറഞ്ഞ് കാണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് അറിയാം. ഈ ആശയക്കുഴപ്പത്തിലിരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമുക്ക് ഏകദേശം കാര്യങ്ങൾ ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആൽഫബറ്റ്സ് വെച്ചിട്ടാവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ന്യൂ ലവ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ അൺഎക്സ്പ്രസ്ഡ് ലവ് ആയിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ കാണുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് താല്പര്യമുണ്ട് എന്നുള്ളത്. അതേപോലെ എക്സിസ്റ്റിംഗ് ലവ് ആണെങ്കിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് പറയാതെ മറയ്ക്കുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കിതിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. തുടങ്ങാം. അപ്പോൾ ഷഫ്ലിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരണേ. അതേപോലെ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എല്ലാ പേർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഒരു ജനറൽ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങുകയാണേ. ആദ്യം ആൽഫബറ്റ്സ് ABCDEF. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് ഈ അക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ആൽഫബറ്റ്സ് ABCDEF തുടങ്ങുന്നതാണ്. ഇവരുടെ അൺഎക്സ്പ്രസ് ലവാണ്. അവരും അവരുടെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. ഇവരുടെ വ്യക്തിയുടെ മനസ്സിൽ ഇവർക്കായിട്ട് ഉള്ള ഫീലിങ്സ് എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. ABCDEF. ഓക്കെ, 3 of Cups. 4 of Wands. Ace of Cups. സന്തോഷായില്ലേ? 8 of Cups ആൻഡ് Magician. ഒരു കാർഡ് കൂടെ എടുക്കാം അല്ലേ? 5 കാർഡ് വെച്ച് എടുക്കാം. 5ഉം ബോട്ടം ഓഫ് ദി ഡെക്കും.
10 ഓഫ് സ്വാർഡ്സ്. എന്തിനായി വേദന അനുഭവിച്ചിരിക്കണാവോ അല്ലേ? ഓക്കെ, നിങ്ങൾ ഒരു പക്ഷേ ഒരു ഫ്രണ്ട്ലി ബേസിസിൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ തരണം, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ഇവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്, നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുന്ന സ്നേഹമാണ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ പലരും ഇവർക്ക് തുറന്ന് പറയാൻ പറ്റാതെ ഇവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഈ അടക്കി പിടിച്ചിരിക്കുകയല്ലേ മനസ്സിൽ, ഒരുപാട് പെയിൻ ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും കേട്ടോ, നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. സെയിം, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇതേ അവസ്ഥയാണ്. അതേപോലെ 24 മണിക്കൂറും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ വിചാരിച്ചാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തോ ഒരു തടസ്സം മൂലം അവിടെ പറയാതിരിക്കുകയാണ്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അവരുടെ ലൈഫിൽ കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ. ഇതിൽ മേജർ അർക്കാന കാർഡ് വന്നത് ടോറസ്, ഋഷഭ രാശിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാം കിട്ടി എന്നുള്ളൊരു മട്ട് തന്നെയാണ്. പക്ഷേ ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്ലി ബേസിസിൽ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, ഇടയ്ക്ക് വന്ന് പോയി ഇരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഓക്കെ, ചിലരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കണ്ട, മുന്നോട്ട് തന്നെ പോകാം എന്നുള്ള രീതിയിൽ ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം 4 ഓഫ് വാൻഡ്സ് അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ രാശി പറഞ്ഞു തന്നെ പോകാം. ഓക്കെ, കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പിന്നെ വാൺസിൻ്റെ എനർജി പറ്റി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. മേജർ അർക്കാന കാർഡ്സിൽ ഇതും ടോറസും, ഋഷഭ രാശിയും, ഇടവം രാശിയും, മേഷരാശിയും, മേടം. ഓക്കെ, ഏരീസ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. സ്വാർഡ്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇതും വളരെ കുറച്ചായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ മേജറായിട്ട് ടോറസും ഏരീസും ആണ് കാണുന്നത്. 2 or 3 more cards divine for my viewers. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ലൈഫിൽ ഒരു ഫാമിലി ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവരൊരു പെറ്റ് ലവറൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ അനിമൽസിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, അതുപോലെ വയസ്സായവരെയൊക്കെ കാര്യമായി നോക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരാളൊരു ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആളായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ പലർക്കും ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഇവരുടെ മനസ്സിലുള്ള കാര്യം തുറന്ന് പറയാത്തത്. ഓക്കെ, ഹൈലി ഇമോഷണലി അവരും ഒരു ടർമോയിലാണ്, ഒരു കൺഫ്യൂഷനിലാണ്. എന്ത് ചെയ്യാൻ, നിങ്ങളോട് വലിയ ഇഷ്ടവുമാണ്. ഓക്കെ, 2 കാർഡ് കൂടെ എടുക്കാം. 2 more cards divine. Give me 2 more cards for these alphabets. കണ്ടോ, മനസ്സിൽ അടക്കി പിടിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ സ്നേഹം ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളെ പ്രതി കുറച്ച് പൊസസീവുമാണ്. കാര്യം നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ ഒക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര വേദന തോന്നും. കാരണം നിങ്ങളെ പ്രതി ഹൈലി പൊസസീവുമാണ് കേട്ടോ. പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാതെ ഭയങ്കരമായിട്ട് ഇറുകെ മനസ്സിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. കാരണം എംപ്രസിൻ്റെ എനർജിയിലാണ് നിങ്ങളെ കാണുന്നത്. ഇത് ആണായാലും പെണ്ണായാലും ഈ എനർജി മാത്രം എടുത്താൽ മതി. ഇവിടെ എംപ്രസ് എംപറർ എന്നൊന്നുമില്ല. ഇവിടെ എംപ്രസ് എന്ന് പറയുന്ന ആണിനും പെണ്ണിനും ബാധകമാണ്. ഇവർ വിചാരിക്കുന്നത്, ഇവർ എസ്പെഷ്യലി നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഭയങ്കര ആകൃഷ്ടരാണ് കേട്ടോ. നിങ്ങൾ കാണാൻ വളരെ നല്ല ഒരാളായിരിക്കണം. അതേപോലെ നിങ്ങളുടെ പെരുമാറ്റം, അതും നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നതും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതുമായിട്ടുള്ള രീതി, നിങ്ങൾ ഇവരെ കെയർ ചെയ്യുന്നുള്ള രീതി. ഒരു പക്ഷേ ഇവർക്ക് നിങ്ങളുടെ അത്രയും കെയർ കൊടുക്കുന്ന ഒരാളെ ഇവരുടെ ലൈഫിൽ ഇവർ കണ്ടിരിക്കാൻ സാധ്യതയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് വന്നത്. ഓക്കെ,
ആകെ മൊത്തം ഇവർ നിങ്ങളെ പ്രതി ഹൈലി ഇംപ്രസ്ഡ് ആണ്. ഒരുപാട് സ്നേഹവുമാണ്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വേണം എന്നിവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് മൂലവും ലോങ് ഡിസ്റ്റൻസ് മൂലവും ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. അധികം വൈകാതെ ഒരു 6-7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് വരുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, ഇവർ യൂണിഫോംഡ് ജോബ് എന്ന് പറയുമ്പോൾ ഞാൻ പല വീഡിയോസിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഴയതൊക്കെ ഒന്ന് പോയി കണ്ടോളൂ. ഓക്കെ, യൂണിഫോം ആവശ്യമുള്ള ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് തന്നെയാണ്. സ്ട്രോങ് വിൽഡ് പേഴ്സൺ ആണ്. അതുപോലെ ഇവർ ഫിസിക്കലി ഭയങ്കര ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ്. ഇത് ക്ലൂ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ആളാണോ എന്ന് മനസ്സിലാവുമല്ലോ. ഇത്തിരി ജിമ്മിലൊക്കെ പോയി അങ്ങനെ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് ആയിട്ട് ഉള്ള ഒരാളാണ്. അതേപോലെ മെൻ്റലി ഓൾസോ വെരി സ്ട്രോങ്. ഓക്കെ, ഒരു സ്ട്രോങ് ഡിസിഷൻ ഒക്കെ എടുക്കാൻ വളരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. ഒരു കാര്യമൊക്കെ ആൾക്കാർ വിശ്വസിച്ച് ഇവരെ ഏൽപ്പിക്കും. അതിവർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യും. അതുപോലെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ ഈവൺ ഒരു പൊളിറ്റീഷ്യനൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടേഴ്സ്, ആർമി, നേവി, എയർഫോഴ്സ്, വക്കീൽ. ഓക്കെ, അതേപോലെ വേറെന്താ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എല്ലാത്തിലും തന്നെ യൂണിഫോംസ് വേണമല്ലോ. ഹോസ്പിറ്റൽസ്, നേഴ്സ്, ഓക്കെ, ലാബിൽ വർക്ക് ചെയ്യുന്നവർ, സലൂണിൽ വർക്ക് ചെയ്യുന്നവർ, ഓക്കെ, അങ്ങനെ യൂണിഫോം ഉണ്ട്. ടീച്ചേഴ്സ്, അതേപോലെ വേറെ എന്താണ്, അങ്ങനെ യൂണിഫോം ആവശ്യമുണ്ട് ഇവർക്ക് ഇവരുടെ ജോലി ചെയ്യാൻ. അങ്ങനെ ഉള്ള ഒരാളാണ് ഇവർ. ഓക്കെ, അപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്ന എല്ലാ ജോലിയും ഞാൻ പറഞ്ഞു കേട്ടോ. ഈവൻ ഡ്രൈവേഴ്സ്, ഓക്കെ, അതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇവർക്ക് കഴിവുള്ള ആൾക്കാരാണ് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ നോക്കട്ടെ. ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരാൻ സാധ്യതയുണ്ടോ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? കാർഡ് ഞാൻ എടുക്കുന്നില്ല, കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരാൻ സാധ്യതയുണ്ടോ? ആൽഫബറ്റ് ABCDEF ആണ് കേട്ടോ. 4 ഓഫ് കപ്സ് മിസ്സിങ് എനർജിയിൽ ഇരിക്കുകയാണ് ചിലരെങ്കിലും. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ നിങ്ങളുമായിട്ട് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവർ നിങ്ങളോട് സംസാരിക്കും. ഓക്കെ, അതേപോലെ ചിലരെങ്കിലും ഒരു പോസിറ്റീവ് നോട്ടിൽ മുന്നോട്ട് തന്നെ പോകാം, ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മേട രാശിക്കാരാണത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് മേജർ അർക്കാന കാർഡ്സ് 2-3 എണ്ണം കൂടി വന്നിട്ടുണ്ടായിരുന്നു. മേജർ അർക്കാന കാർഡ്സ് എംപ്രസ് വെച്ചിട്ട് അതും ടോറസ് തന്നെയാണ്. ടോറസ് വൃഷഭരാശി, ഇടവം രാശി. ചാരിയറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശി കേട്ടോ. ഇത്രയും രാശിക്കാർ കൂടുതലായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ അർക്കാനാസും കുറച്ച് ഉണ്ട്. ഓക്കെ, മേട രാശിക്കാരും വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെ ഹൈ മിസ്സിങ് എനർജിയിലാണ് കേട്ടോ. നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര മിസ്സിങ് എനർജിയിലാണ്. നെക്സ്റ്റ് ആക്ഷനിൽ ചിലരെങ്കിലും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കും എന്നുള്ളൊരു ഇത് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് പെൻറ്റക്കിൾസ് ചിലരെങ്കിലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ടും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ABCDEF ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള പേരുള്ള വ്യക്തിയുടെ ഫീലിങ്സും അൺസെറ്റ് ഫീലിങ്സും അതുപോലെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളതും. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ ആദ്യത്തെ അക്ഷരം GHIJKL എന്ന പേരിൽ ആൽഫബറ്റ്സിൽ. ഇനി നിങ്ങളുടെ
നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണെങ്കിൽ അവരുടെ അൺസെഡ് ഫീലിങ്സ് എന്താണ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. ഇവരുടെ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിന് പ്രതിയുള്ള ഫീലിങ്സ് എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. GHIJKL. Okay, 9 of Swords, 6 of Pentacles, Knight of Wands, 2 of Cups, Temperance, good, 3 of Cups. ഇന്ന് അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് വരെ വളരെ നല്ല എനർജിയിലാണല്ലോ. ഓക്കെ, ചിലരെങ്കിലും ആങ്ഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ആങ്സൈറ്റി. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കാതെ ഈ പറഞ്ഞ പോലെ മനസ്സിൽ അടക്കി വെച്ചിട്ട് ഉറക്കമില്ലായ്മയും എല്ലാം ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്, ഹൈ എനർജിയിലാണ് ഇവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ഓക്കെ, 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾക്കും അവരോട് ഇഷ്ടമുണ്ട്, അവർക്കും നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് അവർ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവണം ഏതെങ്കിലും സാഹചര്യത്തിൽ. പക്ഷേ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവർ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് അകന്ന് നിൽക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ അടുത്തൊരു റീയൂണിയൻ വരുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഒരു ബാലൻസിൽ നിങ്ങളുമായിട്ട് എത്തണമെന്നും അവർ ഹീൽ ചെയ്ത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ. ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കും ഇവരെന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പലർക്കും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇവർ തുറന്ന് പറയാത്തത് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഇതുവരെ വന്നിട്ടുള്ള രാശികൾ ധനുരാശിയാണ് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനുരാശി. ഓക്കെ, കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അതിനുശേഷം കപ്സിൻ്റെ എനർജിയാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വാൺസിൻ്റെ എനർജി വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ലിബ്ര, ജമനായി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. എല്ലാ രാശിയും തന്നെ ഉണ്ട്. ധനു രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട്, സാജിറ്റേറിയസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഡിവൈൻ, പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ് to tell me what is really their feelings. Okay, Knight of Pentacles, 6 of Swords, Judgment, Nine of Cups, wow, Queen of Cups. I want one more card, Divine. Please give me one more card. Okay, 3 of Pentacles. 3 of Pentacles, 3യുടെ കാർഡ് അവിടെ എന്തായാലും വരും. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ അടുത്ത് ഇവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തത്. നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവരുടെ എനർജി കുറച്ച് സ്ലോയിങ് ഡൗണിലാണ് കാണുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് മാത്രം മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവരിൽ പലരും നിൽക്കുന്നത്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ രാശി ഇത് ലിബ്ര, തുലാരാശി ആയിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളാണ് ഇവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് ഇവർ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്, ഒരു റീയൂണിയൻ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവരെ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മറന്നിട്ടില്ല. തുറന്ന് പറയാൻ കഴിയാത്തതിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതേപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ വീടുമായി സംബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ,
അതുപോലെ വേറെ എന്താണ്, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ ഹൗസിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരിക്കാം. ടീം വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. IT ഇൻഡസ്ട്രി, ഒരു ടീം ലീഡ്, അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ഡോക്ടറായിരിക്കാം, വക്കീലായിരിക്കാം, ഹീലറായിരിക്കാം. ഓക്കെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ഒരു പക്ഷേ ഒരു പ്രയർ ഗ്രൂപ്പിലോ പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെ ഒക്കെ കണ്ട് പരിചയം ആയിട്ടുള്ള ആളായിരിക്കണം. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒറ്റയ്ക്കല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ. പക്ഷെ പരസ്പരം ഒരു ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. കോൺസ്റ്റൻ്റ്ലി ഇവർ ട്രാവൽ ചെയ്തിട്ടാണ് നിങ്ങളെ വന്ന് കാണാറുള്ളത് എന്നും കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി പാഷനേറ്റൊക്കെയാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇതിൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. ഒരു റീയൂണിയൻ ഒക്കെ അവിടെ കാണുന്നുണ്ട്. അവിടെ ഇവർ എക്സ്പ്രസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് ആക്ഷനിൽ തന്നെ നോക്കണം. തമ്മിൽ കാണാനുള്ള സാഹചര്യം വരുന്നുണ്ട്. ഡിവൈൻ, പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് this person's next action for my viewers. What is the expected next action for my viewers? What is the expected next action for my viewers? 10 of Wands, ഒരു പറയാമേ, എല്ലാം കഴിഞ്ഞിട്ട് പറയാം. Knight of Cups, Queen of Swords, Page of Pentacles, 6 of Wands, good, 10 of Pentacles. ഇതിൽ ചിലർക്കെങ്കിലും ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലരെങ്കിലും ഒരു കോർട്ട് കേസ് മൂലം, അതൊരു ഡിവോഴ്സ് കേസോ മറ്റോ മൂലം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ആ കേസ് നടക്കുന്ന സമയത്ത് ഇവർക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ. അവിടെ ഒരു ക്വീൻ ഓഫ് സ്വാർഡ്സിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ വന്ന കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇവരുടെ പാർട്ട്ണർ ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവർക്ക് അവിടെ മതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഒരു കോർട്ട് കേസൊക്കെ മൂവ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെ അപ്രോച്ച് ചെയ്യുക, ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ അവർ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ ഇപ്പോഴത്തെ ലൈഫിൽ അവർ എക്സോസ്റ്റഡ് ആണ്. ഓക്കെ. അവരൊട്ടും ഹാപ്പി അല്ല. അവരുടെ കറണ്ട് പാർട്ട്ണറുടെ കൂടെയുള്ള ലൈഫിൽ അവർ ഒട്ടും ഹാപ്പി ആയിട്ട് കാണുന്നില്ല കേട്ടോ. എൻഡ് റിസൾട്ട് വിക്ടറി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. അങ്ങനെ ഒരു കേസ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വിക്ടറിയിൽ കലാശിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ നിങ്ങളെ അവർ ഓൺലൈൻ, നിങ്ങളുടെ വേറെ ബോട്ട്സ് കാര്യങ്ങളെല്ലാം ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ദൂരെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും, ഒന്നുകിൽ കോമൺ സുഹൃത്തുക്കൾ വഴി, ഓക്കെ, അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ പല മാധ്യമങ്ങൾ വഴി നിങ്ങളുടെ കാര്യങ്ങൾ ഇവർ കറക്റ്റായിട്ട് അന്വേഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫോട്ടോ എന്തോ കാര്യം ഇവരുടെ കയ്യിലുണ്ട്, അത് ഇവർ ഇടയ്ക്കെടുത്ത് നോക്കാറുണ്ട്. ഈവൻ നിങ്ങളുടെ വാട്സാപ്പ് DP ആയിരിക്കാം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ DP ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ എടുത്ത് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളെ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം, അവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത്. ഡിവോഴ്സ് കേസ് സക്സസ് ആവുന്നവർക്ക്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഡിവോഴ്സ് കേസ്, കാരണം അൺഎക്സ്പ്രസ്ഡ് ഫീലിംഗ് ആണ് റീസൺ തേർഡ് പാർട്ടി എന്ന് തന്നെയാണ് കണ്ടത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവർ ആ കോർട്ട് കേസ് ഒരു ആവുന്നതിൻ്റെ സമയമെടുക്കുമ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് ഉറപ്പായിട്ടും കാണുന്നുണ്ട്. ഓക്കെ. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണെങ്കിൽ അവരുടെ മനസ്സിലുള്ള അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള വ്യക്തിയുടെ പേര് MNOPQRS ആരംഭിക്കുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിന് അവരോടൊരു സ്നേഹമുണ്ട്. ഇവരുടെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന് പ്രതി എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും.
പേജ് ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ്, ജഡ്ജ്മെന്റ്, 6 ഓഫ് കപ്സ്, 6 ഓഫ് wands, 2 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെയും തേർഡ് പാർട്ടി ഒരു ഇഷ്യൂ തന്നെയാണ് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് ആദ്യം ഇത് രാശികൾ പറഞ്ഞു പോകാം. അതുപോലെ രാശി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡേറ്റ്സ് വെച്ചിട്ട് ഏത് രാശിയാണെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. രാശി അറിയാത്തവർക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് മീന രാശി വളരെ കൂടുതലായിട്ട് അവിടെ കാണുന്നുണ്ട്. അതേപോലെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ലിബ്ര, തുലാ രാശിക്കാർ ഒരുപാട് കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ. ബാക്കി എല്ലാ രാശിക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല, കൂടുതലായിട്ടും ഇവരാണ് കണക്റ്റ് ആയിരിക്കുന്നത്. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതേപോലെ വോൺസ് ഉണ്ട്. വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. അതും കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയും വരും ഇനി നമ്മൾ മുഴുവൻ നോക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ 2 രാശിക്കാരാണ് ഇതിൽ കാണുന്നത്. ഇവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ടോട്ടലി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ല. നിങ്ങൾ തമ്മിൽ ലൈക്ക് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. ഓക്കെ, മെസ്സേജസ് അയക്കാറുണ്ട്. ഇവരുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് നിങ്ങളോ അവരോ 2 പേരുമോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടോട്ടലി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ അല്ല. അതേപോലെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഏറ്റവും കൂടുതൽ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ടാരോ കാണുക, അതായത് 1, 2, 3 കൂടുതൽ ടാരോ റീഡിങ്സ് ഒരു ദിവസം കാണുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ടാരോ റീഡർ അപ്രോച്ച് ചെയ്ത് കാണണം ഒരു റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇവരെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്, സ്വയം ഒരു ടാരോ റീഡർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടാരോയുടെ പ്രസൻസ് ഭയങ്കര തീവ്രമായിട്ട് തന്നെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡോക്ടറായിരിക്കാം, മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ആളായിരിക്കാം, ഹീലറായിരിക്കാം, വക്കീലായിരിക്കാം, ടീച്ചറായിരിക്കാം, റിലീജിയസ് സ്പിരിച്വൽ രീതിയിൽ ഇടപെടുന്ന ആൾക്കാരായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ഉണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല കാണാറ്. ഒരു പ്രെയർ ഗ്രൂപ്പിലൊക്കെ വെച്ച് നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കാം. നിങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ എപ്പോഴും അവിടെ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവിടെ. ഇവരുടെ അടുത്ത് 4 പേര് ഉപദേശം ചോദിച്ച് വരാറുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി 2 പേർക്കും വാലിഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഉപദേശം ചോദിച്ച വരവ് നിങ്ങളുടെ അടുത്തും വരാറുണ്ട്, അവരുടെ അടുത്തും വരാറുണ്ട് എന്ന് എനിക്കിവിടെ കണക്റ്റ് ആവുന്നു കേട്ടോ. 2 സൈഡിലും അങ്ങനെ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന്, എന്താണെന്നറിയില്ല. ഓക്കെ, നിങ്ങളൊരു ടീച്ചറായിരിക്കാം ചിലപ്പോൾ, അങ്ങനെ ആവാനും സാധ്യതയുണ്ട് കേട്ടോ. ടീച്ചറോ ഡോക്ടറോ, 2 പേരും ഡോക്ടേഴ്സ് ആവാനും സാധ്യതയുണ്ട്, അങ്ങനെ വരാനും സാധ്യതയുണ്ട്. നേഴ്സായിരിക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ തമ്മിൽ കുറച്ച് കാലമായിട്ട് പരസ്പരം അറിയാവുന്നവരാണ്, അതായത് മെമ്മറീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, ആ മെമ്മറീസൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അതായത് 1 കൊല്ലം 2 കൊല്ലം അതിൽ കൂടുതൽ ആയിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം എന്നാണ് കാണുന്നത്. അതേപോലെ ഒരു മേജർ കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ് നിങ്ങൾ തമ്മിലുള്ളതായിട്ടും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, വേറെ എന്താണ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇവർ മെയിനായിട്ട്. ഓക്കെ, വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഇവർ ജഗ്ലിങ്ങിലാണ്. ഓക്കെ, ജഗ്ലിങ്ങിലാണ്, കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് താനും. ഓക്കെ, അതേപോലെ ഇവർക്ക് പേടിയുണ്ട്. ഇവർ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്താൽ ഇവരുടെ സ്പൗസ് അത് അറിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളൊരു ഭയം 2 സൈഡിലും തന്നെ ഉണ്ട്. ഓക്കെ, ഒരു സൈഡിലല്ല, ഇത് 2 സൈഡിലുമായിട്ടാണ് എനിക്കിന്ന് കണക്റ്റ് ആവുന്നത് കേട്ടോ. 2 സൈഡിലും ആ ഭയമുണ്ട്. പക്ഷേ നിങ്ങളെ കാണണം എന്ന്, ഈ ഒരു സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റിവിറ്റി ആയിട്ട് ഒരു പ്രസൻസ് വേണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട്. എനിക്ക് ആ 6 ഓഫ് വോൺസ് എന്താണ് എന്നൊന്ന്
കണക്ട് ചെയ്യണം, കാരണം പേടി തോന്നുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അത് സക്സസ്സിലെത്തും? ക്ലാരിഫൈ. 6 of Wands. Why 6 of Wands here? What is in their mind? ഒരു വെയിറ്റിംഗ് പീരീഡാണ് എന്നാണ് കാണുന്നത് കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റിയിട്ടാണ് അവിടെ കാണുന്നത്. അതൊരു വെയിറ്റിംഗ് പീരീഡിൽ അവർ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെ കാണുക എന്നുള്ളതാണ് അവിടെ ഒരു സക്സസ്. ഓക്കെ, കാണുക, സംസാരിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു സക്സസ് ആയിട്ട് കാണുന്നത് കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. വാട്ട് ഈസ് യുവർ ഫീലിങ്സ് ടുവേർഡ്സ് മൈ വ്യൂവേഴ്സ്? വാട്ട് ഈസ് ദിസ് പേഴ്സൺസ് ഫീലിങ്സ് ടുവേർഡ്സ് മൈ വ്യൂവേഴ്സ്? 2 of Cups. ഞാൻ പറഞ്ഞില്ലേ, കാണാൻ വരിക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മെയിനായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണണം എന്നിവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഗിവ് മീ 2 more cards. ഓക്കെ, നിങ്ങളെ ഹൈ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷൻ രണ്ട് സൈഡിലും തന്നെ നടക്കുന്നതായിട്ട്, കാരണം 2 of Cups ആണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും തന്നെ പരസ്പരം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പരസ്പരം തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് പരസ്പരം നല്ലത് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് നല്ലതായിട്ട് ഇരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ എനർജി അല്ലേ? പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നോക്കാറുണ്ട്. നിങ്ങൾ DP അപ്ഡേറ്റ്, സ്റ്റാറ്റസ് എല്ലാം മാറ്റുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അത് ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് ഇവർ നോക്കുന്നത് കേട്ടോ. ഒരു നെഗറ്റീവ് സ്റ്റോക്കിംഗ് ഒന്നും അല്ല, നിങ്ങളുടെ നല്ല രീതിയിലാണ് ഇവർ മനസ്സിൽ വെച്ചിരിക്കുന്നത്. 2 more cards. ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾ രണ്ടുപേരും, ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഓൺ ആൻഡ് ഓഫ് തന്നെയാണ് നിങ്ങൾ കാണാറുള്ളത് പരസ്പരം. ഓക്കെ, അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ രണ്ട് സൈഡിലും ഉണ്ട്. ഇവരും മാരീഡാണ്, നിങ്ങളും മാരീഡാണ്. കാരണം 2 കാർഡ്സ് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടിയുടെ. രണ്ടുപേരും തന്നെ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാത്തത് കേട്ടോ. ലാസ്റ്റ് കാർഡ്. രണ്ടുപേരും തന്നെ ഇപ്പോൾ അവരുടെ കരിയറിലും ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കരിയർ റിലേറ്റഡ് ആയിട്ടാണ് ഇവർ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. രണ്ടുപേരും തന്നെ അവരുടെ കരിയറിലും ഈക്വലി ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫ് അവിടെ നിന്നു പോയിട്ടൊന്നുമില്ല, പക്ഷെ മിസ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും തന്നെ. രണ്ടുപേരും പരസ്പരം വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, റെസ്പെക്റ്റോടു കൂടിയുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത്. അങ്ങനെ തന്നെ ഒരു നല്ല രീതിയിൽ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, വിൽ ദർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദിസ് കേസ്? വിൽ ദർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദിസ് കേസ്? എത്ര പോസിറ്റീവ് കാർഡ്സാണ് ഇന്ന് ഫീലിങ്സിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് അല്ലേ? ഇതുവരെ കണ്ടതിലെല്ലാം തന്നെ വളരെ പോസിറ്റീവ് ഫീലിങ്സ് ആയിരുന്നു. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. 2 of Wands. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായതുകൊണ്ട് കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ തന്നെയാണ് കേട്ടോ. Ace of Cups. എന്നാൽ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സ്നേഹമാണ് താനും. 4 of Pentacles. അവരുടെ സ്നേഹം അവർ മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, പക്ഷെ സ്നേഹം ഉണ്ട്. ഓക്കെ, കാരണം അവിടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ പ്രതി ഇൻസെക്യൂറായിട്ട് അവർ ഫീൽ ചെയ്യും. ഓക്കെ, അതായത് ഇവർക്ക് അറിയാമല്ലോ തേർഡ് പാർട്ടി അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, നിങ്ങളെ മിസ്സിങ് എനർജി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. 2 കാർഡ് കൂടെ എടുക്കാം. ഓക്കെ, ദ സൺ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റിയാണ്, നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു വെളിച്ചമാണ്, അവർക്ക് നല്ല വഴി കാണിക്കുന്ന ഒരാളാണ് എന്നിവർ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് ആക്ഷനിൽ. ലാസ്റ്റ് കാർഡ് പ്ലീസ്. ലാസ്റ്റ് കാർഡ് പ്ലീസ്. 10 of Cups. നിങ്ങൾ ഇവരുടെ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു സ്റ്റെബിലിറ്റി, കമ്മിറ്റ്മെൻ്റൊക്കെ ഇവർക്ക് മനസ്സിലുണ്ടെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അവരൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. കാരണം ജഗ്ലിംഗ് ആയിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ജഗ്ലിംഗ് 3 കാർഡ്
ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യമായിട്ട് ഇവിടെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡിസിഷനിൽ സ്നേഹം മനസ്സിൽ അടക്കി വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളെ കാണും, സംസാരിക്കും, അതെല്ലാം ഉണ്ട്. നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യമൊക്കെ വരുന്നുണ്ട്, മെസ്സേജസ് അയക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലവ് എക്സ്പ്രസ് ചെയ്യുന്നവിടെ കുറച്ച് ഒന്ന് ഡിലേ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർ TUVWXYZ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് TUVWXYZ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരാളുണ്ട്, അവരുടെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് TUVWXYZ ആണ്. ഇവരുടെ ഈ പേഴ്സൻ്റെ ഫീലിങ്സ്, അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി എന്നൊന്ന് കാണിച്ചു തരും പ്ലീസ്. കിങ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് പെൻഡക്കിൾസ്, 8 ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ഈശ്വര, ഇതെന്താണിത്? എല്ലാം പെൻഡക്കിൾസ് ആണല്ലോ. ആൻഡ് 6 ഓഫ് കപ്സ്. 6 ഓഫ് പെൻഡക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. ഇവർ ഫൈനാൻഷ്യലി ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പ്രതി റെസ്പോൺസിബിലിറ്റിയാണ് ഇവർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ലൈഫ് തരണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ പ്രതി ഇമോഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇമോഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താ അറിയോ? ഇവർ ഫോക്കസ് കൂടുതലായിട്ട് ചെയ്യുന്നത് ക്യാഷിലാണ്, ക്യാഷ് ഫൈനാൻസസിലാണ് ഇവരുടെ ഇപ്പോഴത്തെ കൂടുതൽ ഫോക്കസ്. സ്നേഹത്തെക്കാളധികം ഇവർ ഫോക്കസ് ചെയ്യുന്നതിപ്പോൾ ഫൈനാൻസസിലാണ്. ഒന്നുകിൽ ഇവരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ഇവർ കുറച്ച് കൂടുതലായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ആണായാലും പെണ്ണായാലും കേട്ടോ. ഇവർ വിചാരിക്കുന്നത് പൈസ ഉണ്ടെങ്കിലേ ലൈഫിൽ സ്റ്റെബിലിറ്റി ഉള്ളൂ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അത് ഒന്ന് സെറ്റിലായതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങളുമായിട്ടുള്ള മുന്നോട്ട് പോക്ക് എന്നിവർ ആലോചിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണ് ഇവർക്ക്, ഇന്നും ഇന്നലത്തെയും ബന്ധമൊന്നും അല്ല. കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. നിങ്ങൾ തമ്മിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ സ്നേഹത്തെക്കാൾ ഇമ്പോർട്ടൻസ് കരിയറിനും പൈസയ്ക്കും കൊടുക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഡിവൈൻ, some more cards please. ഇവിടെ ഫുൾ പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ഋഷഭം പറയുമ്പോൾ ഇടവരാശിയാണ് കേട്ടോ. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മിസ്സിങ് എനർജിയിലാണ്, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇവർ. ഇവിടെ വാൺസിൻ്റെ എനർജിയും കൂടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഒരു മേജർ ഹാർട്ട് ബ്രേക്കിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതായത് 3 ഓഫ് സ്വാർട്സിൻ്റെ എനർജി അവിടെ വന്നിട്ടുണ്ട്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവരുടെ ഫൈനാൻസസ് കൺട്രോൾ ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടിയാണ്. അതുകൊണ്ട് ഫോഴ്സ്ഫുള്ളി നിങ്ങളുമായിട്ട് തൽക്കാലം ഒന്ന് സെപ്പറേറ്റഡ് ആയിരിക്കാൻ ഇവർ നിർബന്ധിതരായിരിക്കുകയാണ്. ഓക്കെ, കാരണം ഫൈനാൻസസ് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാതെ ഇവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവരുടെ ലൈഫിൽ പൈസ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ആ തേർഡ് പാർട്ടി ആരും ആവാം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛൻ, അമ്മ ആവാം, സ്പൗസ് ആവാം, അങ്ങനെ ഇവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന എന്തും ആവാം. ഓക്കെ, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഓവർ തിങ്കിങ് ആണ്, ആങ്സൈറ്റി ആണ്, ഉറക്കമില്ലായ്മയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് എന്നുള്ളൊരു രീതിയിൽ ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഡെസ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. Divine, please give me some more cards in this regard. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്. ഓക്കെ, സ്നേഹമുണ്ട്, പാഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല, മറന്നു എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ യൂണിഫോം ജോബിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ മിക്കവാറും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനാണ് സാധ്യത കേട്ടോ. കാരണം ട്രാവൽ റിക്വയർഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ട്രാവൽ റിക്വയർഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇവർ ഒരു സ്ട്രോങ് ഡിസിഷനൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരേ ഒരു പ്രശ്നം അവിടെ ഫൈനാൻസസ് ആണ് കേട്ടോ. അല്ലാതെ അവിടെ വേറെ ഒരു തേർഡ് പാർട്ടി ഇവരുടെ പാരൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഫൈനാൻസസ് വളരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഒരു പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പ്രയർ ഗ്രൂപ്പിലോ അങ്ങനെയൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഹൈലി ഇമോഷണലായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ താമസിക്കുന്നത് വെള്ളം കൂടുതലായിട്ട് ഉള്ള സ്ഥലത്ത് എവിടെയോ ആണ്. ഓക്കെ, അതേപോലെ വേറെ എന്താണ് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ, അതായത് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരേ ഒരു തടസ്സം കാണുന്നത് ഫൈനാൻസസ് ആണ്. അതിനു വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ സിറ്റുവേഷൻ തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബാലൻസ് ആയിട്ട് എത്തണം എന്നുള്ളത് ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇവർ എക്സ്പ്രസ് ചെയ്യാത്തതിൻ്റെ കാര്യം ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ധൈര്യമായി വന്ന് എക്സ്പ്രസ് ചെയ്യാനും മാത്രമുള്ള ഒരു ഇൻഡിപെൻഡൻസ് അവർക്ക് അവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാത്തത് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ഉണ്ട്. ചിലരെങ്കിലും മാരീഡാണ്. അവർക്ക് അവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളിൽ അടക്കി വെക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവർ ഈ റിലേഷനിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഡിവൈൻ, next action please. Will there be any next action from these people? Will there be any next action from this person? ഹേർമിറ്റ്, സങ്കടപ്പെട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 2 of Pentacles, ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്, കൺഫ്യൂഷൻ ആണ്, തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കാണുന്നത്. 7 of Pentacles, അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ജഗ്ലിംഗ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അവർ മുന്നോട്ട് വരുന്ന കാര്യം ഒരു തീരുമാനം എടുത്തിട്ടില്ല. കിങ് ഓഫ് കപ്സ്, നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സ്നേഹമാണ് മനസ്സിൽ. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ പ്രശ്നം എന്താണ്? സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് ആക്ഷൻ ഒന്നും എടുക്കാത്തൊരു സിറ്റുവേഷൻ. 2 of Swords, അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു ജഗ്ലിങ്ങിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ആക്ഷൻ ഉടനെ വരുന്നതായിട്ട് അവിടെ കാണുന്നില്ല കേട്ടോ. അതേപോലെ 7 of Wands വെച്ചിട്ട് നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടും അതിന് നേരെ മുഖം തിരിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തൽക്കാലം അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ നേരെ മുഖം തിരിക്കേണ്ടി വരുന്നതിനെ പറ്റി ഓർത്തിട്ട് ഇവർ സ്ട്രെസ്ഡ് ആണ്, അല്ലാന്ന് പറയില്ല. മനസ്സ് നിറയെ സ്നേഹവുമാണ്. ആക്ഷൻ എടുക്കണം എന്നൊക്കെ വളരെ തീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്കൊരു ആക്ഷൻ അവിടെ സാധ്യമായിട്ട് വരുന്നില്ല കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലിൻ്റെ അതൊന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. കാരണം അത് ലീഡർ ബോർഡിൽ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് പേരുടെ ഫീഡിൽ കൂടുതലായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അതേപോലെ നെക്സ്റ്റ് ലൈവ് എപ്പോഴാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ പോസ്റ്റായിട്ട് ഇടാം. ബെല്ലൈക്കണം ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കണം. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ തന്നെയാണോ കയറുന്നതെന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം. വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ കാണുന്നുണ്ടാവുള്ളൂ, അപ്പോൾ എനിക്ക് നോക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. കുറേ പേർക്കെങ്കിലും ലൈവിൽ വന്നവരിൽ കുറേ പേർക്ക് ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നൊക്കെ രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓണം ടൈമിൽ ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കും. ആ സമയത്ത് ഞാൻ കുറച്ച് പേർക്കെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ പറയാം, ഞാൻ ഇതിൽ വീഡിയോയിൽ തന്നെ അനൗൺസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.